ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മാള് ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല്, നമുക്ക് മൈജിയുടെ ഒരു പ്രൊമോഷൻ ഉണ്ട് ഹയാത്തിൽ വെച്ചിട്ട് തൃശ്ശൂര്. ഓപ്പോയുടെ ഒരു ഫോണിന്റെ ലോഞ്ച് ആട്ടോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകും. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ മാളുവിനെ വിളിച്ചിട്ട് ഞാൻ 3:30 കണ്ടേ മാളിന് വിളിച്ചിട്ട് പറഞ്ഞു, മാളു വെളുപ്പാങ്കാലം ആകുമ്പോൾ വണ്ടി കയറിക്കോ, നമുക്ക് നാളെ ഒന്ന് തൃശ്ശൂർ വരെ പോകണമെന്ന്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും മാള് വന്നു. നമ്മള് ഫ്ലാറ്റിൽ വന്നിട്ടാ ഒരുങ്ങിയത്. അപ്പൊ എന്താ പോവാ? എന്റെ വ്ളോഗിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നതാ. എനിക്കറിയത്തില്ല അങ്ങനെയൊന്നും പറയാൻ. അഭിനയം പറ. ആർ യു റെഡി? യെസ്, ഐ എം റെഡി. എന്റെ ഡ്രൈവിംഗിൽ നിനക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, നമുക്കപ്പൊ ഇറക്കി വന്നപ്പോഴത്തേക്കും കറക്റ്റ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഞാനൊരു അതിശയിച്ച് നോക്കു വെച്ചിങ്ങനെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ. പോകുന്നതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം. സോയാ, ലെറ്റ്സ് ഗോ. പറഞ്ഞ് കൂട്ടി വെക്കുമ്പോഴേ. സോ ഗൈസ്, ഈ ഷോൾ ഇതിന്റെ കൂടെ ഉള്ളതല്ല. എനിക്ക് വണ്ടി കയറുമ്പോ AC ഇടുമ്പോ തണുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഷോള് അതുകൊണ്ട് വിയർത്തൊലിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ശരിക്കും എനിക്ക് തണുക്കും കുറച്ച് കഴിയുമ്പോ. പിന്നെ മുടി നമ്മൾ അഴിച്ചിടും. ഡ്രസ്സൊന്നും സെറ്റ് ആയിരുന്നില്ല. ഇന്നലെ അവര് പെട്ടെന്നായിരുന്നു ഈ ഒരു പ്രൊമോഷൻ ഓക്കെ ആയത്. അപ്പോ നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഡ്രസ്സൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടല്ല മേക്കപ്പ് ചെയ്യാറ്. ബട്ട് സ്റ്റിൽ ഡ്രസ്സൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കൈ കിട്ടിയൊരു ഡ്രസ്സും കമ്മൽമാല എടുത്തിട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. സോ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും, എന്തായിരിക്കും അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സംസാരിച്ചുകൊണ്ട് ചിന്നു ഓട്ടിച്ചോണ്ടിരിക്കുക, അതാണ് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. മാളുവിന്റെ ലൈഫ് തന്നെ റിസ്ക് എടുത്താണ് എന്റെ കൂടെ വരുന്നത് നിങ്ങൾ ചിന്തിക്കണം. എനിക്കിനി ഒന്നും നോക്കാനില്ല ഗൈസ്, എന്തിനും ഞാൻ റെഡിയാ. അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ നമുക്ക് അങ്ങോട്ട് ട്രാവൽ ഉണ്ട്. എറണാകുളം ടു തൃശ്ശൂർ ഹയാത്തിലോട്ട്. അത് 1 സൈഡ് ആണേ. പിന്നെ നമുക്ക് എന്താ പ്രശ്നമെന്ന് വെച്ചാല്, നമ്മൾ ഓടിച്ചെത്തുമ്പോ എന്തായാലും അത്യാവശ്യം നല്ല സമയമാവും. 2:20 2:30 ആണ് അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇല്ല, വ്ളോഗ് ഒരു പ്രശ്നമില്ല. മര്യാദയ്ക്ക് ഓടിക്കും, ഒരു കുഴപ്പമില്ല. നീ പേടിക്കാതിരി പൊന്നെ. എന്റെ കൂടെ ഭയമാണോ നിനക്ക്? നമ്മളിപ്പോ പെട്രോൾ പമ്പിലെത്തി. നമ്മള് പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. വണ്ടി പകുതി എത്തിയപ്പോഴാ ഓർത്തെ, അടച്ചവന് പെട്രോൾ ഇല്ലല്ലോ, വണ്ടി വലിക്കുന്നില്ലല്ലോ എന്ന്. എല്ലാരും ചിന്നിനെ നോക്കുന്നു ഗൈസ്. വണ്ടി ഓടിച്ച് വന്നതുകൊണ്ടായിരിക്കും. ഇവിടെ വല്ലതും കൊണ്ടുവന്ന് കേറ്റുവോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. ഓടിന് മാളു ഇറങ്ങി. ഓട്ടിക്കും, ഇറങ്ങി ഓടിര്. ഓട്ടിക്കും. വാശി കാണിച്ച മാളു ഇറങ്ങി ഓടിച്ചെവിടെയും കൊണ്ടിടിക്കും. എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. കലക്കൊന്ന് പറഞ്ഞതാ. എനിക്ക് വെച്ചുള്ളതാ. ഇനി എന്നോട് കുറെ പേര് എന്റെ അപ്ഡേറ്റ് ചോദിച്ചായിരുന്നു. ഞാനൊരു ഷോർട്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു കുഞ്ഞാഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് പരിശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത് സംഭവം എന്ന് വെച്ചാൽ, ഞാനൊരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ദുർഭാഗ്യവശാൽ എനിക്ക് വീട് വാങ്ങിക്കാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ റെന്റിനാണ് പോയത്. ഇൻഷാ അല്ലാഹ് അടുത്ത വട്ടമെങ്കിലും നല്ലൊരു വീട് എടുക്കാൻ എനിക്ക് പറ്റട്ടെ. അതായിരുന്നു സംഭവം. കുറെ പേര് എന്നോട് അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ വ്ളോഗിൽ ഇതും കൂടെ പറയണം, വീണ്ടും ആ കമന്റ്സ് വരാതിരിക്കാൻ വേണ്ടി. സോയാ, തെപ്പാടിച്ചിടാനാണോ എന്തോ അണ്ണാ. സമയം എടുക്കുമോ? മാളുവിന്റെ വീട്ടിൽ പോകുമ്പോ മാളുവിന്റെ എല്ലാം ഞാനിടും. എന്റെ വീട്ടിൽ പോകുമ്പോ എന്റെ എല്ലാം മാളുവിടും. പക്ഷെ ഇപ്പൊ ചിന്നുന്റെ ആട്ടാ കൂടുതല്. വഴക്കുണ്ടാക്കുമ്പോ ഞങ്ങൾ പറയും ഊരടി, എല്ലാം ഊരടി. ഇപ്പൊ ഊരണം ഊരടി. എന്റെ സാധനം ഇട്ടേക്കുന്നു ഊരടി. നമ്മളുടെ വീട്ടിൽ പോകുമ്പോഴും പറയാറുണ്ട് കേട്ടോ. ഞാൻ പറയുന്നതിനെ കഴിയും കൂടുതൽ നീയാ പറയുന്നത്. അങ്ങനെ ഒന്നുമില്ല. അവള് ഞാൻ സെയിം ഈക്വൽ. വിശക്കുന്നുണ്ടോ? ഇല്ല. 3 പൂരിയല്ലേ? 2 പൂരി കഴിച്ചു. 1 പൂരി കഴിച്ചു. ഞാനും 1 പൂരി കഴിച്ചുണ്ട്. ആള് ദുബായി പോയിട്ട് വന്നപ്പോ ഓഞ്ഞു കുത്തിയിരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പം തുടുത്തിട്ടുണ്ടെന്ന്, സുന്ദരിയായി.
ചൂടെടുക്കുന്ന ഭയങ്കര ഡയറ്റിലായിരുന്നു ഗൈസ്. അതെ, കുറച്ചൊന്ന് സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി. ചൂടെടുക്കുന്ന അപ്പൊ നോക്കിയപ്പോഴാ ചിന്നും സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കുന്നു. ചിന്ന ഭയങ്കര സ്ലിം ബ്യൂട്ടിയാണ്. ആ, ഇയാളിപ്പോ പോവാ, അയാളെ ചെയ്യും ലോക്ക് ചെയ്യുന്നില്ലേ? സുന്ദരിയേ മുത്താമുന്തിരിയേ തന്തയില്ലാത്തരം പാടി പറയുന്നത്. എനിക്ക് നാണവും മാനവും അഭിമാനവും ഉണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ മ്ലേച്ഛമായ ഭാഷകൾ ബ്ലോഗിൽ ഉപയോഗിക്കുന്നു. എന്റെ ജ്വല്ലറീസ് നിങ്ങൾ കണ്ടോ? ഇല്ല. എന്റെ മാല, എന്റെ കമ്മൽ, എന്റെ മോതിരം കല്ലുപോയി, സോറി, എന്റെ വാച്ച്, ചെയിന്, എന്റെ വള. പോരെ പോരെ. ഇനി എന്റെ സൂപ്പർ 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 അടിപൊളിമായ കമ്മല്. അത് എന്റെ കാതിൽ കിടക്കുന്നുണ്ടാ ഭംഗി. ശരി കേട്ടോ, ഞാൻ ഇടുമ്പോ കമ്മലിന് അത്ര ഭംഗിയില്ല. നമ്മള് അപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മള് ഹയാത്തിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് കയറാം. ഇരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഓൺലൈൻ മീഡിയ പേടിയാണ്. ഞാൻ ഉള്ളത് പറയാമല്ലോ. മാളുവിന്റെ അടുത്ത് പറഞ്ഞോട്ട്, ചിന്നു ഞാൻ വാ തുറക്കത്തില്ല കേട്ടോ, ഞാൻ മിണ്ടത്തില്ല കേട്ടോ, എന്റെ അടുത്തൊന്നും ചോദിക്കരുത് കേട്ടോ. ഫുൾ കോസ്റ്റ്യൂം ഞാൻ ഇറങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ. സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഒരു 50 മിനിറ്റ്സ് കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അതുവരെ ഇവിടെ എങ്ങനെയും നിന്ന് കറങ്ങാം. എനിക്ക് ആക്ച്വലി ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഇപ്പം എനിക്ക് എന്തോ വലിയ ഭംഗി തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. പക്ഷെ ഇപ്പം എനിക്ക് വലിയ രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ഇറങ്ങി ഞാനൊരു വീഡിയോ എടുത്ത് നോക്കാം. നമുക്ക് നോക്കാം. എനിക്കൊന്ന് വാഷ്റൂമിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. പോവാം. अगर तुम मिल जाओ, अगर तुम मिल जाओ, समाना छोड़ देंगे हम. സോ നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ ഫോൺ ഇതുവരെ വന്നിട്ടില്ല ലോഞ്ച് ചെയ്യാനുള്ള. സോ അതിൻ്റെ കുറച്ച് ടൈം എടുക്കും എന്തായാലും. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് എന്തോ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കുക. ചൂടും എടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അകത്ത് കുറേ ആൾക്കാരൊക്കെ വന്നു കേട്ടോ. പക്ഷെ എന്നെ അങ്ങോട്ട് വിടുന്നില്ല മാളു പറയുന്നത്, ഞാൻ അവിടെ പോയാൽ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോവും, ഞാനങ്ങ് പോവുന്ന. എനിക്കല്ലേ എൻ്റെ വെപ്രാളം അറിയൂ. 10 പേരെ കാണുമ്പോഴത്തേക്ക് ഞാൻ നിന്ന് വിറയ്ക്കുമെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഓന്തിരിക്കുന്ന നിനക്കിരിക്കാതെ എന്തേലും പറ. മാളു വീഡിയോ എടുത്തതിനകത്ത് മാളു ക്യാമറ ഞെട്ടടിക്ക പോലും. തന്നു, എടുക്കാൻ പറഞ്ഞു, എടുത്തു. ഇതേ കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ കണ്ണെഴുതിയത് എങ്ങനെയുണ്ട്? എന്തൊക്കെയോ അങ്ങ് കാട്ടിക്കൂട്ടുക. കണ്ണൊന്ന് എൻ്റെ പഴയ സ്കില്ലൊക്കെ എല്ലാം എൻ്റെ അടുത്തുനിന്ന് പോയി കേട്ടോ. എനിക്ക് പണ്ട് കുറേ സ്കില്ലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം സൺലൈറ്റ് അടിക്കുന്നുണ്ട്, നമുക്ക് ആ ഗ്ലോ കിട്ടും. ആള് എൻ്റെ ഓഡിയൻസിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. ആള് നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ ഇപ്പൊ പാടാൻ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ഒരു പാട്ട് പാട്. നമുക്ക് അന്താക്ഷരി കളിക്കാം. അന്താക്ഷരി തേങ്ങാക്കൊലൊന്നും വേണ്ട. നീ ഒരു പാട്ട് പാടാൻ പറ്റിയ പാട്. ഓക്കെ, നമുക്ക് ഈ പാട്ട് പാടണം. ഏതേലും പാട്. അല്ല, നീ പറ. നീ പാട് മാള്. നീ പാട് മാള്. പാട് മാള്. നീ പറ. അങ്ങനെ സമയം പോകും, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. പാട്, പാട്ട് പാട്. വിജയുടെ ഏതെങ്കിലും പാട്ട് പാട്. വിജയുടെ ഏത് പാട്ടാ നിനക്ക് വേണ്ടേ? തുള്ളാതെ മനോ തുള്ളത്തില ഒരു പാട്ട് പാട്. എന്നിസை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை, இந்த காலம் உதவையா உள்ளம் குரலை போ. മറന്നുപോയി.
അതാണ്, അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് ഞങ്ങളുടെ ബ്ലഡിലുള്ള ഒരു സാധനം. അതൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ കരയുന്നു. പാട്ട് കേട്ടിട്ടാണ് ഇതൊക്കെയാണ് ഞാൻ അവിയുന്ന. ഞാൻ പിന്നെ എന്തോ കുളിച്ചിരിക്കുന്നു. ഇപ്പൊ എല്ലാരും അവിയുന്ന വയ്യ. നമുക്ക് കാത്തേറിപ്പോയാലോ? ഓ ദേ വിളിക്കുന്നു. നമ്മൾ ആക്ച്വലി ആ ഫോണുമായി നമ്മൾ ആക്ച്വലി ഇവരുടെ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയി കുറെ ക്ലിപ്സും കുറെ റാൻഡം ക്ലിപ്സും അതും ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വ്ളോഗിന്റെ ആ ഒരു ഫോർമാറ്റിലല്ല എടുത്തേക്കുന്നത്, ഷോർട്സിന്റെ ഫോർമാറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫോണും വെച്ചിട്ട് എന്തൊക്കെയോ ഗോഷ്ടി മാളു എന്നെ ചീത്ത വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. മാളുവിന്റെ മോന്തിരിക്കുന്ന കണ്ടറിയാൻ മാളിനെ കടിച്ചു കയറാനുള്ള കലിയുണ്ട്, പക്ഷെ അങ്ങ് അടങ്ങിയിരിക്കുക. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ, കുറെ പേര് വന്നിട്ടുണ്ട്. ആരൊക്കെയോ വന്ന് മിണ്ടി. എനിക്ക് അങ്ങോട്ട് പോയി മിണ്ടാനുള്ള ചമ്മലും മറ്റേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉൾവലിയുന്ന സാധനവും കാരണം എനിക്ക് കുറെ പേരെ എനിക്ക് ആഗ്രഹമുള്ള കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. ഞാൻ ഡെയിലി റീൽസൊക്കെ കാണുന്ന ഷോർട്സ് ഒക്കെ കാണുന്ന ആൾക്കാരെ. സോ ഞങ്ങളിവിടെ ബോറടിച്ച് വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണേ. മാള് ഇപ്പൊ തൊട്ടേ പറയുന്ന ബൊഫയുണ്ട് ബൊഫ. അപ്പൊ ഞാൻ നോക്കാൻ നേരത്തെ ഉണ്ടോ പിന്നെ നിനക്ക് നിർബന്ധിച്ചു തരാൻ എന്തോ അടിച്ചിട്ടുണ്ട് വായിലോട്ട് വെച്ചത്. ആളിത് പൊതിഞ്ഞെടുത്താലോ? കവറിന്റെ പോക്കറ്റ് ഇട്ട് കൊണ്ടുപോവാ. ഞങ്ങൾ പുറത്തു പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേട്ടോ കേട്ടോ. നമ്മള് നോക്കറന്ന കാണിക്കരുത്. വേണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ പിന്നെ എങ്ങനെ വേണ്ടെന്ന് പറയുന്നത്. എരിവും മധുരം എല്ലാം ഉണ്ട്. പിന്നെ ഒരു ചിന്നി നിറച്ചൊരുപ്പുണ്ട്. മാളുവിന് പോക്കറ്റ് ഉണ്ടെന്നുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. പോരത്തിന് ഇവിടെ 4 പെൻസിലുണ്ട്. 4 പുതിയ പെൻസിലാണ്. പേപ്പറുണ്ട്, ഗ്ലാസ് ഉണ്ട്. ഇതെല്ലാം ഓരോന്നോരോ ഞങ്ങൾ കൊണ്ടുപോകും. ഇത് കാണുന്ന മൈജിക്കാര് മേലാളിക്കത്തില്ല. ചുമ്മാതായിട്ട് ഞങ്ങൾ തമാശക്ക് വരുന്നത്. ഞങ്ങളിങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോഴും മിഠായികൾ എടുക്കും. ഞങ്ങൾ അവിടുന്ന് കേൾസ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു, 100% അറിയായിരുന്നു ആ കേൾസ് നിൽക്കത്തില്ലെന്ന്. ബട്ട് സ്റ്റിൽ എന്റെ സൈഡ് കേൾസ് ഇപ്പോഴും ഉണ്ട്, ആ വേവ് ഇപ്പോഴും ഉണ്ട്. കണ്ടോ? എനിക്ക് സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. അല്ല നിനക്കും ഉണ്ട്, നിനക്കും ഉണ്ട്. അതെ അതെ അതെ. നാളെ ഇവിടെ ഇരുന്ന് പറയാം, നല്ല പ്രായം ഉണ്ടല്ലോ സ്ത്രീ, എന്തോ ഇവിടെ ഇരുന്ന് കാണിക്കുന്നേന്ന്. മുഖത്തെ എക്സ്പ്രഷൻസ് അതിനൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ? മുഖത്തെ എക്സ്പ്രഷൻ ഞാൻ തന്നെ എല്ലാം പറയും. ഓക്കെ രണ്ടും ഒരുമിച്ച് പറയാൻ കുഴപ്പമില്ലല്ലോ. ഓ തൊണ്ടയിൽ എരി അടിച്ച് വിശക്കുകയും ചെയ്യുന്നില്ലേ. ഒരു പൂരിയും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പൂരിയും കിഴങ്ങറിയും മുട്ടയും. നിങ്ങൾ ഫസ്റ്റ് ഒരു സത്യം അറിയണം, ഞാൻ 4:30 ഇറങ്ങിയതാ. 3:30 ഒരാൾ വിളിച്ച് 4:30 ഞാൻ ഇറങ്ങിയതാ. 4:30 നീ എന്തിനിറങ്ങിയേ? ഞാൻ ഇവിടെ എത്ര മണിക്ക് എത്തിയെന്ന് അറിയാമോ? 10:30 എത്തിയില്ല, പിന്നെ 11 മണിയൊക്കെ. ആ ഓക്കെ എത്തിയില്ലേ? ഞാൻ ഇവിടുന്ന് വരുന്നത്. അതിന് 4 മണിക്ക് ഇറങ്ങണോ? 4:30 ഇറങ്ങിയത്. 4:30 കൊല്ലത്ത് നിന്ന് ഇറങ്ങി. അപ്പൊ ആ സമയം ഇവിടെ എത്തുള്ളൂ. ആ സമയം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു വന്നത്. അതും ഞാൻ ഒരു അവസ്ഥ. അതും ഡയറക്റ്റ് ബസ്സാ. കയറി ഇറങ്ങി വരാനാണെങ്കിൽ ആ സമയത്ത് എത്തത്തില്ല. എന്തോ അതും പത്തടിപ്പാലം കൊണ്ടിറക്കി. അതെന്തോന്നോ നമ്മള് ജഡ്ജ് ചെയ്യാൻ പാടില്ല. എക്സ്പ്രഷൻ എടുത്തോണ്ട് ഞാൻ എക്സ്പ്രഷൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്താ എക്സ്പ്രഷൻ ഇട്ട് ഞാൻ നോക്കുന്ന കാര്യമില്ല. നമുക്ക് കാറിൽ പോയിരുന്നാലോ? ആളോ
ഇല്ല ചൂട് വെച്ച് അവരവരുടെ കാര്യങ്ങൾ നമ്മൾക്ക് ഇതെങ്ങനെ തീർക്കാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ എടുത്തോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേരല്ലേ. ഞാൻ അനിയത്തിയെ പറഞ്ഞേക്കാം, അനിയത്തിയെ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അനിയത്തിയൊന്നുമല്ല, നീ ചേട്ടത്തി. എനിക്ക് കുറച്ച് ഹൈറ്റും കുറച്ച് വെയിറ്റും കൂടിപ്പ് എന്റെ കുഴപ്പമാണോ? പിന്നെ ബുദ്ധിപരമായി ഞാൻ അതിനെ സമ്മതിക്കുന്നു. എനിക്ക് ബുദ്ധിയുണ്ട് കുറച്ചുകൂടെ. കേണ്ട ആക്രാന്തം കാണിക്കാതി. ഇത് പോക്കറ്റ് എടുത്തിട്ട് വണ്ടി കയറിയിട്ടില്ല. പത്തൊക്കെ ടൈമുണ്ടല്ലോ. built-in teleconverter ഉള്ള Hasselblad 50 MP 10X പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ചുകൊണ്ട് പോയി ഓപ്പോയുടെ ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് തന്നെ കേട്ടോ. അതപ്പോൾ തന്നെ ഒരു ന്യൂസ് പേപ്പർ ഫോർമാറ്റിൽ കിട്ടി. പിന്നെ നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ചു. പെട്ടെന്ന് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. വീഡിയോയും നല്ല ക്ലാരിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഷെയർ ചെയ്ത് ഞാൻ എടുത്തില്ല, അതിനെപ്പറ്റി ഞാൻ വലുതായിട്ട് നോക്കിയില്ല. സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സാറിനോട് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടപ്പോഴും ഓവറോൾ നല്ലൊരു ഫോണാണെന്ന് ഫീൽ ചെയ്യുന്നു. താങ്ക് യു. വെട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ 3 പേരെ സ്റ്റേജിലേക്ക് വിളിച്ചത്. അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹണി റോസ് വന്നു. പിന്നെ പുള്ളിക്കാരിയുടെ എൻട്രിയാണ്. അങ്ങനെ ഫൈനലി മൈജിയുടെ നേതൃത്വത്തിൽ ഓപ്പോ Find X9 Ultra, ഓപ്പോ Find X9 അങ്ങനെ ഈ 2 ഫോണിൻ്റെ ലോഞ്ച് കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഹണി റോസ് ആയിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മീഡിയയുടെ സെൻറ്ററിലായിരുന്നു പുള്ളിക്കാരി, അപ്പം നമുക്കത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് നമ്മുടെ അടുത്തൊന്ന് ഫോട്ടോ എടുത്തു. എനിക്ക് പക്ഷേ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇപ്പോഴും ആൾക്കാർ നമ്മളെ ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് പിന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ആ ചങ്കെടുപ്പ് കാരണം എനിക്കത് പറ്റിയില്ല. ആൾക്കാർ വിചാരിക്കും ജാടയാണെന്നത്. ജാടയല്ല, പേടി കൊണ്ടാണ്. നമ്മൾ ആക്ച്വലി ഫുഡ് എടുക്കണ്ട, ലേറ്റ് ആയി പോവാന്ന് വിചാരിച്ചതാ. പക്ഷേ വിശപ്പിന്റെ വിളി അൺസൈക്കബിൾ ആയതുകൊണ്ട് വിചാരിച്ചു കഴിച്ചിട്ട് പോന്നു. പക്ഷെ ഫുഡ് എന്തുകൊണ്ട് നന്നായി. നല്ല ഫുഡല്ലേ, അടിപൊളി ഫുഡ് ഞങ്ങൾ എടുത്തു കേട്ടോ. ഇനി ഒട്ടും നിൽക്കാൻ സമയമില്ല, രാത്രിയായി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു, ഫ്ലാറ്റിൽ വന്നു. സോ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ കണ്ടിട്ട് ആരും എടുത്തിരുത്തിയേക്ക് നടക്കില്ലേ? ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടയേർഡാ. അപ്പൊ തോന്നുന്നു ഏത് സമയം ഇവർക്ക് ടയേർഡാണല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, എന്നാലും പറയാം. എന്താ മോൻ കഴിവിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അത് അറിയാനുണ്ടോ? മുഖം കഴുകിയെന്ന് വന്നു. ഓക്കെ, അപ്പൊ ഓക്കെ, എന്താ സംഭവം വെച്ചാൽ ഉറങ്ങിയിട്ടില്ല ഇന്നലത്തെ ഒരു ദിവസം ഫുള്ള്. അതായത് രാത്രി ഒരു മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. വരുന്ന വഴിക്ക് കുറച്ചു നേരം ഒരു അരമണിക്കൂർ ഇറങ്ങി കാണും. ഉറങ്ങി അപ്പൊ തന്നെ എണീറ്റ്. സോ ഇനി നീ പറ, വണ്ടി ഓടിച്ചതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പൊ നന്നായിട്ട് ഓടിക്കാൻ പഠിച്ചു. ഇപ്പൊ പേടിയുണ്ടോ? പിന്നെ കേറുമ്പോ ഒരു പേടി കാണുമല്ലോ. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ ഹണി റോസിനെ കണ്ടു. ശരിക്കും നമുക്കുണ്ടല്ലോ അവിടെ വെച്ച് സംസാരിക്കാൻ എനിക്ക് ചമ്മൽ കാരണം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഹണി റോസിന്റെ അടുത്ത് പോയിട്ടൊരു ഫോട്ടോ എടുക്കണം, ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് എണ്ണിച്ച് നിന്നപ്പോഴത്തേക്ക് വേറെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പോരാത്തതിന് അവിടെ ഫുൾ ഓൺലൈൻ മീഡിയ ആൾക്കാരുമായിരുന്നു ഹണി റോസിന് ചുറ്റും. അപ്പൊ ഞാൻ അവരൊന്ന് മാറിയിട്ട് എടുക്കാമല്ലോ എന്ന് കരുതി ഇന്നപ്പോഴത്തേക്കും ഹണി റോസ് പോയി ഗൈസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡും അടിപൊളിയായിരുന്നു, ഫോണൊക്കെ അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ Find 9X Ultra സീരീസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മൈജിയുടെ ഷോറൂമിൽ പോയാൽ മതി. നിങ്ങൾക്ക് നല്ല ഓഫറിനൊക്കെ കിട്ടും. സോ നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റർ ആണ്, ഒരു ലൈക്ക് കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ക്യാമറയാണ് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞ ഐഫോൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് അതിനൊപ്പം ഉള്ളൊരു ക്യാമറ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഫോണാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.